കാനഡയിലെ ബ്രാംപ്ടണിൽ ഹിന്ദു ക്ഷേത്ര പരിസരത്ത് ആക്രമണം. ഖലിസ്ഥാൻ പതാകകളുമായി എത്തിയായിരുന്നു ആക്രമണം. ഹിന്ദു മഹാമന്ദിറിന് മുന്നിൽ കടന്നു കയറിയാണ് ആക്രമണം നടത്തിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും RS ഐശ്വര്യ ചേരുകയാണ്. ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. ഈ കാനഡ ഇന്ത്യ തർക്കം അത് ഈ നിജ്ജറിൻ്റെ കൊലപാതകവുമായി ഉടലെടുത്തത് കുറച്ച് മാസങ്ങളായി വലിയ പ്രശ്നങ്ങളാണ് ആ നയതന്ത്ര ബന്ധത്തിൽ അടക്കം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് ഇന്ന് ഈ ഹിന്ദു പരിസരത്ത് ഇത്തരത്തിൽ ഖലിസ്ഥാനികളുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഏത് തരത്തിലാണ് നമ്മൾ ഈ ആക്രമണത്തെ വീക്ഷിക്കേണ്ടത്? ഒപ്പം ഈ ജസ്റ്റിൻ ട്രൂഡോ അടക്കമുള്ളവർ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് നമ്മൾ ഏത് തരത്തിലാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നമ്മൾ വീക്ഷിക്കേണ്ടത്? നന്ദു, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ കാനഡയിൽ നിന്നും അത്ര ശുഭകരമായ വാർത്തയല്ല പുറത്തു വരുന്നത്. നമുക്കറിയാം, കാനഡയിലെ ബ്രാംപ്ടണിൽ ഹിന്ദു വംശജർ ഏറെ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ബ്രാംപ്ടൺ എന്ന് പറയുന്നത്. ഇവിടെ ഹിന്ദു മഹാസഭാ മന്ദിറിന് മുന്നിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. ഖലിസ്ഥാൻ പതാകയുമേന്തി ക്ഷേത്രത്തിനകത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഈ ഒരു ക്ഷേത്ര പരിസരത്ത് ഇവർ സിഖ് വംശജരുടെ ഒരു പ്രതിഷേധം അരങ്ങേറുന്നുണ്ടായിരുന്നു. ഈ പ്രതിഷേധമാണ് ആക്രമണത്തിലേക്ക് വഴിതെളിച്ചത്. നമുക്കറിയാം, നമുക്ക് ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വടികളെടുത്ത് ഈ ആക്രമികൾ ഹിന്ദു വംശജരെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു ആക്രമണത്തെ ഒരു കാരണവശാലും വെച്ച് പൊറിപ്പിക്കാനാകില്ല എന്നും അക്രമികൾക്കെതിരെ തക്കതായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഫെഡറൽ മിനിസ്റ്ററായ അനിത ചന്ദ്രനും ഈ ഒരു വാർത്തയെ ശക്തമായ രീതിയിലാണ് അപലപിച്ചിരിക്കുന്നത്. എല്ലാവർക്കും, ഹിന്ദുക്കൾക്കായാലും ഏത് മതസ്ഥർക്കായാലും തങ്ങളുടെ മതത്തെ വിശ്വസിക്കാനും അവരുടെ ആചാരങ്ങൾ പാലിക്കാനുമുള്ള അവകാശങ്ങളുണ്ടെന്നും അതിനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതെന്നുമാണ് അനിത ചന്ദ്രൻ പ്രതികരിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ആക്രമണം നടക്കുമെന്ന് കനേഡിയൻ പോലീസിന് വിവരം ലഭിച്ചിട്ടും കനേഡിയൻ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് അവിടുത്തെ ഇന്ത്യൻ വംശജർ പറയുന്നത്. കാരണം ആക്രമണത്തിന് ശേഷമാണ് പോലീസ് എത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. ഏതായാലും നന്ദു ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ഖലിസ്ഥാൻ നേതാവായ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കാനഡ ബന്ധം അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹിന്ദു വംശജർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കാനഡയിലെ ഇന്ത്യൻ എംബസിക്ക് നേരെയും അതുപോലെ തന്നെ മതസ്ഥാപനങ്ങൾക്ക് നേരെയും ഇത് ആദ്യമായല്ല പ്രതിഷേധമുണ്ടാകുന്നത്. ഇതിനു മുൻപും മറ്റ് പ്രതിഷേധങ്ങളും ക്ഷേത്രം തകർക്കുന്ന ഒരവസ്ഥയിലും എത്തിയിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് നേരെ, ഇന്ത്യൻ വംശജർക്ക് നേരെ, ഒരു മതത്തെയും ഞാൻ ഊന്നി പറയുന്നില്ല, നമ്മുടെ ഇന്ത്യൻ വംശജർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് ഇതാദ്യമായിട്ടാണ്. ഇതുവരെ നടുത്തളങ്ങളിലേക്ക് ഇറങ്ങി, റോഡുകളിലേക്ക് ഇറങ്ങി ഇന്ത്യക്കാർക്ക് നേരെ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്ന ഖലിസ്ഥാൻവാദികൾ ഇപ്പോൾ ജനങ്ങൾക്ക് നേരെ ഒരു ആക്രമണം അഴിച്ചുവിടുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ഇന്ത്യക്കാർ അത്ര സുരക്ഷിതരല്ല അവിടെ എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു ഈ ഒരു ആക്രമണം നടക്കുന്നത്. വളരെ സമാധാനപരമായ ഒരു പ്രാർത്ഥനാ ചടങ്ങുകളുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് പ്രതിഷേധവുമായി നിന്ന ആളുകൾ ഈ ക്ഷേത്ര മഹാസഭയ്ക്ക് അകത്തേക്ക് ഇരച്ചു കയറുകയും ആക്രമിക്കുകയും ചെയ്തത്. ഏതായാലും കാനഡയിലെ പ്രതിപക്ഷ നേതാവ് പോലും ഈ ഒരു ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവത്തെ ഇന്ത്യ സ്ഥിതിഗതികളെല്ലാം നിരീക്ഷിച്ചു വരികയാണ്. എന്ത് നടപടി സ്വീകരിക്കണമെന്നും ഇന്ത്യ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, RS ഐശ്വര്യയാണ് വിശദാംശങ്ങൾ നൽകിയത്.